ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇന്ന് ഞാനിവിടെ ചെയ്യാൻ പോകുന്നത് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന ഒരു എഗ് ഫ്രൈഡ് റൈസ് ആണ്. അതെങ്ങനെയാ ചെയ്യുന്നത് നമുക്ക് നോക്കിയാലോ. ഈ 250 ml കപ്പിന് 4 കപ്പ് ബസുമതി റൈസ് ഞാനിവിടെ എടുത്തിട്ടുണ്ട്. നന്നായിട്ട് കഴുകി 30 മിനിറ്റ് സോക്ക് ചെയ്യാൻ വെക്കാം. ഞാൻ ഓൾറെഡി ഇത് കഴുകി എടുത്തിട്ടുണ്ട്. ഇനി 30 മിനിറ്റ് നമുക്ക് വെയിറ്റ് ചെയ്യാം. വെള്ളം വെച്ച് അത് തിളയ്ക്കുമ്പോൾ അതിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഇട്ട് കൊടുക്കാം. ഇനി നമുക്ക് ഒരു നാരങ്ങയുടെ പകുതി നാരങ്ങ നീരിട്ട് കൊടുക്കണം. ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. ഇനി നമ്മൾ സോക്ക് ചെയ്ത് വെച്ചിരിക്കുന്ന അരി നമുക്ക് ഇട്ട് കൊടുക്കാം. അരിയെല്ലാം നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് നന്നായിട്ട് ഇളക്കി കൊടുക്കാം. എന്നിട്ട് നമുക്കിത് വേകാൻ വേണ്ടി വെയിറ്റ് ചെയ്യാം. ഒരു 90% മാത്രം അരി വെന്താൽ മതി. റൈസ് ഒരു 90% വെന്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഡ്രെയിൻ ചെയ്തെടുക്കാം. ചോറെല്ലാം വെന്തിട്ടുണ്ട്. ഇത് ഞാനൊരു പരന്ന പാത്രത്തിലാണ് ഇട്ട് വെച്ചിരിക്കുന്നത്. അല്ലെങ്കിൽ ഇത് ഇരുന്ന് കുറച്ചും കൂടി വേകാനുള്ള സാധ്യതയുണ്ട്. 2 മുട്ട ഞാനിവിടെ ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സ്ക്രാമ്പിൾഡ് എഗ് പോലെ ആക്കി എടുക്കണം. അതിനായിട്ട് ഞാനൊരു പാൻ അടുപ്പിൽ വെച്ചിട്ടുണ്ട്. ഇനി ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എണ്ണ ഒഴിച്ച് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് മുട്ട ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് 1/4 ടീസ്പൂൺ കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ഇട്ട് കൊടുക്കാം. നമ്മുടെ മുട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി ഇതൊരു പാത്രത്തിലേക്ക് മാറ്റി വെക്കാം. ഇനി ആ സെയിം പാത്രത്തിലേക്ക് നമുക്ക് കുറച്ച് നെയ്യ് ഒഴിച്ചിട്ട് വെജിറ്റബിൾ ഒന്ന് വഴറ്റിയെടുക്കാം. ഞാനിവിടെ ഫ്രോസൺ വെജിറ്റബിൾ ആണ് എടുത്തിരിക്കുന്നത്. നെയ്യ് ചൂടായി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വെജിറ്റബിൾ ഇട്ട് കൊടുക്കാം. ഇതിലേക്ക് ഒരു 1/4 ടീസ്പൂണ് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം. ചെറുതായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഒരുപാട് വെന്ത് പോകണ്ട. നമ്മുടെ വെജിറ്റബിൾ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാൻ ഇതിലേക്ക് നമ്മൾ സ്ക്രാമ്പിൾ ചെയ്ത് വെച്ചിരിക്കുന്ന എഗ് ഇട്ട് കൊടുക്കാം. ഇനി ഇത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിച്ച് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ സോയാ സോസും 1 ടേബിൾ സ്പൂൺ ടൊമാറ്റോ കെച്ചപ്പും ചേർത്ത് കൊടുക്കാം. ടൊമാറ്റോ ചേർത്ത് കൊടുക്കാം. ഇനി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഒരു 1/4 ടീസ്പൂൺ ചില്ലി സോസും കൂടെ ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം നമുക്ക് നമ്മുടെ റൈസിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇത് ഇനിയും നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. വെജിറ്റബിൾ എല്ലാം നന്നായിട്ട് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. നമ്മുടെ എഗ് ഫ്രൈഡ് റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. നിങ്ങൾ എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുമല്ലോ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവരൊന്ന് സബ്സ്ക്രൈബ് ചെയ്ത് കാണണേ. താങ്ക് യു ഫോർ വാച്ചിങ്. മറ്റൊരു വീഡിയോയുമായി കാണുന്നത് വരെ ബൈ.